അല്ല അഭിലാഷേ, ഇതിലൊരു വസ്തുതാപരമായി നമ്മൾ പരിശോധിച്ചാലേ ഈ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഈ സർക്കാർ തന്നെയാണ്. അത് പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായല്ലോ. കാര്യം എത്രയേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചു, ഘട്ടം ഘട്ടമായി ഓരോ നടപടി എടുത്തു. ഇതിന്റെ ഈ പരാതിയുടെ തീവ്രതയൊന്നും അളന്നിട്ടല്ല ഞങ്ങൾ നടപടി എടുക്കുന്നത്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടിയെടുത്തു. അങ്ങനെ ഒരു നടപടി എടുക്കാത്തവർ ഇന്നും ഞങ്ങളെ വിമർശിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയാൻ കാരണം, ഇന്നും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അണികൾ മാത്രമല്ലെന്നേ, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. രാഷ്ട്രീയം ഇല്ലാത്തവരും വിചാരിക്കുന്നു. കാരണം രാഹുലിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഒരു ചാമ്പ്യൻ തന്നെയായിരുന്നു രാഹുൽ. അങ്ങനെ ഒരു രാഹുൽ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒന്നാമത്തെ കാര്യം. അതിന് കാരണം എന്താ? ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി പ്രതിയാക്കാൻ വേണ്ടിയിട്ട് CBIയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ. ഉളുപ്പുണ്ടോ പിണറായി വിജയന് സ്ത്രീലമ്പടന്മാരെന്ന് മറ്റാളുകളെ വിളിക്കാനായിട്ട്? ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇക്കിളി കൊണ്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഇന്ന് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതോ ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള പരാതികൾ ആർക്കെതിരെ വന്നാലും പൊതുജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഈ സർക്കാരിന്റെ കുൽസിത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നതെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി. ആ ഗതികേടിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ സർക്കാരാ. ഇനി എനിക്ക് സുരേഷ് കുമാറിനോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് സംഘടനാപരമായിട്ടുള്ള നടപടി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. ഉത്തരവാദിത്ത ബോധത്തോടെ ഞങ്ങൾ പറയുന്നു, നടപടിയെടുത്തു. ഒരു കാര്യം തിരിച്ചു നോക്കട്ടെ. P ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PK ശശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു, നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PT കുഞ്ഞുമുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? മുകേഷിനെതിരെ സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗണേഷിന്റെയും ശശീന്ദ്രന്റെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയന് തോന്നുന്നത് ഉളുപ്പില്ലായ്മ കൊണ്ടല്ലേ? ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കൂ, ഓരോന്നായിട്ട്. ഇനി വൈശാഖൻ DYFയുടെ നേതാവല്ലേ? ഇനി നിങ്ങളുടെ പൂക്കാസയുടെ നേതാവുണ്ടല്ലോ, ഒരു ഗോകുലേന്ദ്രൻ, അയാൾക്കെതിരെ പോക്സോ കേസാണ് വന്നിരുന്നത്. സംഘടനാപരമായി എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിച്ചു? അപ്പൊ അങ്ങനെ നടപടി എടുത്ത ഒരു പാർട്ടി, കേരളത്തിലെ പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ആരോപണം നേരിടുമ്പോൾ ഒരു അമാന്തം ഉണ്ടാകുന്നുണ്ട്. ആ അമാന്തം ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് എടുത്ത് നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ വരുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഉന്നതന്മാരുടെ പേര് മൂടി വെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ട നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് പറയാൻ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള നടപടി സ്വീകരിച്ചു? ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ സർക്കാരിനെ വിശ്വസിച്ച് പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാ അതിൽ അതിജീവിതമാർക്ക് പറ്റാതെ പോയത്, ഇരകൾക്ക് പറ്റാതെ പോയത്? ഈ സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാ. ഇങ്ങനെ ഓരോ കേസെടുത്താലും TP കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടും നിങ്ങൾ സമ്മതിച്ചു? കുഞ്ഞനന്തൻ ഒരു കുഞ്ഞു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മഹാമനുഷ്യനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ PP ദിവ്യയെ കോടതി ജയിലിൽ പോയി സ്വീകരിച്ചത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരല്ലേ? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യമടക്കമുള്ള നേതാക്കന്മാരല്ലേ പിന്തുണച്ചത്? അപ്പൊ ശിക്ഷിക്കപ്പെട്ട ആളുകളായിക്കോട്ടെ, ജയിലിൽ പോയ ആളുകളായിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നില്ല സംഘടനാപരമായി. ഇനി ഏതെങ്കിലും വ്യക്തികൾ അണികളോ അനുഭാവികളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തിരിച്ചറിവ് വരാൻ വൈകുന്നതിന് കാരണം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതുപോലെയാണ് ഇതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടായിരിക്കാം. കാലം കുറച്ചെടുക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമുണ്ടല്ലോ, കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമുണ്ടെന്ന് ആവർത്തിച്ച് VD സതീശൻ പറഞ്ഞതാണ്. ധാരാളം പരാതികൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. അപ്പൊ ഉമ്മൻചാണ്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തെയും കൂട്ടിക്കെട്ടരുത്, ഉമ്മൻചാണ്ടിയെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് നിങ്ങൾ അവകാശപ്പെടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യരുത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനും അത് അവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കാനുള്ള ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനല്ലേ ഉള്ളത്? നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാലോ. അഭിലാഷ, ഇതിലൊരു കാര്യമുണ്ട്. നമ്മളുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം തെരഞ്ഞെടുപ്പുകളാകുമ്പോൾ ഇത്തരം വാർത്തകൾ വരികയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. പരാതി ആർക്കും എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതി ഉയർന്നു വന്നത്. ഈ സാഹചര്യം നിൽക്കുന്നതുകൊണ്ടാണ് ജനങ്ങളും പൊതുപ്രവർത്തകരൊക്കെ വിശ്വസിക്കാൻ മടിക്കുന്നത്. അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളിലൂടെ തെളിയിക്കപ്പെടട്ടെ. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യത്തിൽ പാർട്ടി സംഘടനാപരമായി
നടപടി എടുത്തിട്ടുണ്ട്. അത് പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവർക്കും ഈ സ്വിച്ച് ഇട്ട പോലെ അമർത്തി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഒരു കേഡർ പാർട്ടിയല്ലെന്ന്, ഞങ്ങൾ ഒരു മാസ് പാർട്ടിയാ. ഇതൊരു വലിയ ആൾക്കൂട്ടവും വലിയ ഇതൊക്കെയല്ലേ. കേഡർ പാർട്ടിയുള്ള CPM-ന് പോലും അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട പി ശശിയെ തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനായിട്ട് ഇരുത്തി ഭരിക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പില്ലാത്ത കാലത്ത് ചോദിക്കാൻ ഒരാൾക്കും പറ്റുന്നില്ലല്ലോ. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് മുകേഷിനെതിരെ എന്തുകൊണ്ട് ബലാത്സംഗ കുറ്റത്തിൽ പോലും പ്രതിയാക്കപ്പെട്ട മുകേഷിനെതിരെ എന്തുകൊണ്ട് സംഘടനാപരമായി നടപടിയെടുത്തില്ല എന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ലേ, പാർലമെന്റിലേക്ക് പ്രമോഷൻ കൊടുത്തില്ലേ മത്സരിക്കാൻ വേണ്ടിയിട്ട്? മുൻ ഭാര്യയുടെ പരാതി നിൽക്കുമ്പോൾ നിയമസഭയിൽ മത്സരിക്കുന്നു, പിന്നീട് പരാതികൾ ഉയർന്നു വരുമ്പോൾ പാർലമെന്റിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അല്ല, അഭിലാഷ് ശരിയായിട്ട് പറഞ്ഞ പോലെ, മൊത്തമല്ല ഒരു 3/4 ഭാഗവും ശരിയായിട്ട് പറഞ്ഞ പോലെ, കുന്നപ്പള്ളിയുടെ വിഷയമോ അല്ലെങ്കിൽ M. വിൻസെന്റിന്റെ വിഷയത്തിലെ പോലെയല്ല രാഹുലിന്റെ വിഷയം എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് സംഘടനാപരമായി ഇത്തരത്തിലൊരു നടപടിയെടുത്തത്. കുന്നപ്പള്ളിയുടെ കേസിൽ പാർട്ടി 3 മാസത്തേക്കുള്ള സസ്പെൻഷൻ ഉണ്ടായിരുന്നു. പാർട്ടി പരിപാടികളിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അതും ഇതുമായിട്ട് സാമ്യവൽക്കരിക്കാൻ പറ്റില്ല. M. വിൻസെന്റിന്റെ കാര്യം വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് സാമ്യവൽക്കരിക്കല്ലോ. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ായിട്ടുള്ള ആക്ഷേപം മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നപ്പോൾ തന്നെ നടപടി എടുക്കുക ചെയ്ത്, പകരം അപ്പുറത്ത് ആരുണ്ട് എന്നുള്ള ചോദ്യം ഞങ്ങൾ ആ ദിവസങ്ങളിൽ ഒന്നും ചോദിച്ചില്ല. പക്ഷെ എവിടെയാ ചോദിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അധിക ബാധ്യത ഷാഫി പറമ്പിലിന്റെ ചുമലിൽ കെട്ടിവെച്ച് ഷാഫി പറമ്പിലിനെ വടകര അങ്ങാടിയിൽ തടയുകയും പ്രതിപക്ഷ നേതാവാണ് പോറ്റി വളർത്തുന്നതെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമിക്കുകയും ചെയ്തപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായ ഒരു നടപടിയെടുത്ത ഒരു പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പുറത്തുള്ള ആളുകളുടെ എണ്ണം എടുക്കണമെന്ന്. അത് ഞങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അപ്പോൾ അപ്പുറത്ത് CPM അവരെല്ലാം കൂട്ടിപ്പിടിച്ച് ചിറകിനടിയിൽ പിണറായി വിജയൻ സംരക്ഷിച്ച് നിർത്തിയിട്ട് നിങ്ങൾ രാഹുലിനെതിരെ പോറ്റി വളർത്തുന്നത് പറഞ്ഞാൽ ഞങ്ങൾ നടപടി എടുത്തിരിക്കുന്ന ഒരു പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെതിരായിട്ട് സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ശരിയാ, അത് ശരിയാ. ഇനി ഒരു കാര്യം പറയാം, ബലാത്സംഗത്തിന്റെ തീവ്രത കോൺഗ്രസ് ഇതുവരെ അളന്നിട്ടില്ല. ബലാത്സംഗത്തിന് ഒറ്റ തീവ്രതയുള്ളൂ, അത് സ്ത്രീവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അതാണ് കോൺഗ്രസിന്റെ ബോധ്യം. തീവ്രത അളക്കുന്നവർ അപ്പുറത്താണ്, ആ പക്ഷം സ്ത്രീപക്ഷമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. 1.5 ദിവസക്കാലം സെക്രട്ടേറിയറ്റിന് പുറത്ത് നാറ്റിക്കാൻ പോയ സമരത്തിന് ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ പറഞ്ഞ് കാല് പിടിച്ച് സമരം അവസാനിപ്പിച്ചു പോയപ്പോ നിങ്ങൾ വെച്ച ശുപാർശ പ്രകാരം മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി അത് നിങ്ങൾ പറഞ്ഞത് അതിന് സമ്മതിച്ചു തരികയല്ലേ ചെയ്ത്. കാരണം ആ മനുഷ്യന് ഉറപ്പുണ്ടായിരുന്നു, ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾ പറഞ്ഞ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന് ചില ഞരമ്പ് രോഗമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് മുഴുവൻ എഴുതി വെച്ചു, അത് പരിശോധിച്ചു. അതിനുശേഷം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള 3 അന്വേഷണ സംഘം അന്വേഷിച്ചു. 3 ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് കൊടുത്തു. കഴമ്പില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും സരിതയിൽ നിന്ന് കത്തെഴുതി വാങ്ങി, പരാതി എഴുതി വാങ്ങി CBIക്ക് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ട് എന്തുണ്ടായി എന്നുകൂടി പറയണം. അതവിടെ നിൽക്കട്ടെ. ഇനി P. ശശിക്കെതിരെ തെളിവുണ്ടോ, PK ശശിക്കെതിരെ തെളിവുണ്ടോ എന്നാണ് സുരേഷ് കുമാർ ചോദിക്കുന്നത്. തെളിവ് ഉണ്ടാകണം എങ്ങനെയാ സാറേ? നിങ്ങളുടെ പാർട്ടി അന്വേഷിക്കുന്നു, നിങ്ങളുടെ പാർട്ടിയുടെ പോലീസ് സ്റ്റേഷൻ അന്വേഷിക്കുന്നു, കോടതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അതിനുശേഷം CKP പത്മനാഭനെ പോലുള്ള ആളുകളെ രോഗിയാക്കുന്നു, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. സമാനമായ സാഹചര്യമല്ലേ മറ്റെല്ലാ കാര്യത്തിലും ഉണ്ടായത്? ഒരു കാര്യം തിരിച്ച് അങ്ങയോട് ചോദിക്കട്ടെ, MC ജോസഫൈൻ പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഈ നിമിഷം വരെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ? പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനും അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതല്ലാതെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം CPM-ന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സ്ത്രീകളോട് തെറ്റ് ചെയ്തു എന്ന് നാളിതുവരെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈ എന്നെ കുറ്റം പറയാൻ, അല്ലെങ്കിൽ എന്റെ പാർട്ടിയെ കുറ്റം പറയാൻ താങ്കൾക്ക് ഒരു നാണോ ഉളുപ്പും വേണ്ടേ? എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? നിങ്ങൾ P. ശശിക്കെതിരെ വന്ന ആരോപണം, ആ ആരോപണം അങ്ങനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കേരളത്തിലെ നിയമ സംവിധാനത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തോ? PK ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ തീവ്രത അളക്കാൻ പോയത് ആരൊക്കെയാ? തീവ്രത അളക്കാൻ പോയത് ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു മഹിളാ നേതാവ് തീവ്രത അളന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ബലാത്സംഗത്തിന്റെ ഒക്കെ തീവ്രത അളക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ, ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി ബോധ്യപ്പെടുന്നപ്പോ ആ പരാതിയിന്മേൽ സംഘടനാപരമായി നടപടിയെടുത്തു. ഞങ്ങൾ കേരളത്തിലെ പോലീസിന് മറുപടി കൊടുത്തു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അഭിലാഷ്, ഒറ്റ കാര്യം കൂടി. ഈ CPM-കാർ ഞാൻ ഒരു രാഹുൽ വിലസി നടക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. രാഹുൽ ഒളിവിപ്പോയതും വിലസി നടക്കുന്നതും ഒക്കെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് പോലീസിനറിയാം കേസെടുക്കേണ്ട വകുപ്പാണെന്ന്. അങ്ങനെ വകുപ്പിന്മാർക്ക് കേസെടുക്കാൻ പോകുന്ന വിഷയത്തിൽ രാഹുൽ എവിടെയുണ്ടെന്ന് അറിയാതെയാണോ ഇവർ ഇത്രയും കാലം ഇരുന്നത്? രാഹുലിന് ഒളിച്ചു നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ഒത്താശ ചെയ്ത് പിണറായി വിജയന്റെ പോലീസാ. PP ദിവ്യയെ കാണുമ്പോൾ ഒളിച്ചു നടന്ന പോലെ മുകേഷിനെ കണ്ടപ്പോ സിദ്ദിഖിനെ കണ്ടപ്പോ ഒക്കെ ഒളിച്ചു നടന്ന പോലീസാണ് രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം കണ്ടപ്പോ ഒളിച്ചു നടന്നതും. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, VD സതീശൻ അല്ല, സണ്ണി ജോസഫ് അല്ല ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അത് പിണറായി വിജയനാ. സുരേഷ് കുമാർ തെറ്റിപ്പോയി.